ഇഷ്ടവും യഥാവിധി നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ സൃഷ്ടിപ്രപഞ്ചത്തിന് പിന്നുള്ള ആ മഹാശക്തിയെ എങ്ങനെ നമുക്ക് നിഷേധിക്കാനാവും? മനുഷ്യന്റെ പെരിൽ വിരൽ വരെ സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന്. മനുഷ്യന്റെ കണ്ണുകൾ പ്രഖ്യാപിക്കുന്നു ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന്. കത്തിജ്വലിക്കുന്ന സൂര്യനും പ്രഭചൊരിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന്. ആ സ്രഷ്ടാവുണ്ട് എന്ന അടിസ്ഥാനപരമായ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മുണ്ടകോപനിഷത്തിന്റെ 2-ാം മുണ്ടകത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം. നതത്ര സൂര്യോഭാതി ന ചന്ദ്ര താരകം നേമാ വിദ്യുതോപാന്തി കുതോയമഗ്നി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. നതത്ര സൂര്യോ, സൂര്യൻ പ്രകാശിക്കുന്നില്ല. ന ചന്ദ്ര, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. ന താരകം, താരസമൂഹങ്ങൾ പ്രകാശിക്കുന്നില്ല. നേമാ വിദ്യുതോപാന്തി, മിന്നലുകൾ വിദ്യുത്തുക്കൾ പ്രകാശിക്കുന്നില്ല. കുതോയമഗ്നി, അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? അതും ജ്വലിക്കുന്നില്ല. തമേവ ബാന്ധം അനുപാതി സർവം, സർവസവും ജ്വലിക്കുന്നത് പ്രകാശിക്കുന്നത് ഏകനായ സട്ടാവ് നൽകിയ അറിവിന്റെ കഴിവിന്റെ വെളിച്ചത്തിൽ അടിസ്ഥാനത്തിൽ എന്ന് വിശദീകരിക്കുന്ന മുണ്ടകോപനിഷത്തിന്റെ വരികൾ. അതേസമയം ബൈബിൾ യിരെമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ച, തന്റെ ജ്ഞാനത്താൽ ലോകത്തെ പ്രതിഷ്ഠിച്ച, തന്റെ വിവേക ശക്തിയാൽ ആകാശത്തെ നിവർത്തിയവനാകുന്നു കർത്താവ് അല്ലെങ്കിൽ യഹോവ എന്ന് പഠിപ്പിക്കുന്ന യിരെമ്യാവിന്റെ പുസ്തകത്തിലെ വിശദീകരണങ്ങൾ. വിശുദ്ധ ഖുർആനാകട്ടെ 3-ാം അധ്യായം ആല ഇംറാനിന്റെ വളരെ ശ്രദ്ധേയമായ വരികളിലൂടെ പഠിപ്പിക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. നിന്നും കടന്നും ഇരുന്നും പാർശ്വങ്ങളിലുമായിക്കൊണ്ട് ഈ അത്ഭുതകരമായ സൃഷ്ടിപ്രപഞ്ചത്തെക്കുറിച്ച് നിരന്തരമായ പഠന മനന ഗവേഷണവുമായി മുന്നോട്ട് നീങ്ങുന്ന ഏതൊരുത്തിനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമയാഥാർത്ഥ്യമാണ് ഇവക്ക് പിന്നിലുള്ള ആ മഹാശക്തിയുടെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ വിവേകമതികളുടെ ബുദ്ധിജീവികളുടെ പ്രതികരണമായി ഖുർആൻ പറഞ്ഞു, റബ്ബന മാ ഖലഖത ഹാദാ ബാതില, ഞങ്ങളുടെ നാഥ ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. ജ്വലിക്കുന്ന സൂര്യനെ, പ്രഭചരിക്കുന്ന ചന്ദ്രനെ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ ഒന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ. ഫഖിന അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണേ എന്ന പ്രാർത്ഥനയാണ് വിവേകമതികൾ നിന്നുണ്ടാകേണ്ടത് എന്ന് ഖുർആൻ താല്പര്യപ്പെടുന്നു. ചുരുക്കത്തിൽ ഈ 3 മതങ്ങൾക്കും പറയാനുള്ളതും പഠിപ്പിക്കാനുള്ളതും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കുറിച്ചാണ്. ആ ദൈവത്തിന്റെ പേരിലാണ് പലപ്പോഴും ഇന്ന് നമുക്കിടയിലുള്ള വിഭാഗീയതകളും അതുമായി ബന്ധപ്പെട്ട സകലവിധ ചൂഷണങ്ങളും നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പേരിൽ മതവിശ്വാസികളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ലൈംഗികമായും വരെ പലപ്പോഴും ദൈവത്തിന്റെ പേരിൽ മതദല്ലാളന്മാരും കപടാത്മീയതയുടെ വക്താക്കളും മാനവരാശിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചൂഷണത്തിൽ നിന്ന് വിമുക്തമായി ഏകനായ സട്ടാവിനെ മനസ്സിലാക്കുവാൻ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന ആ വിശാലമായ കാഴ്ചപ്പാട് പലപ്പോഴും മതവിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാ അർത്ഥത്തിലുള്ള തെറ്റായ ധാരണകളും കപട ആത്മീയ കേന്ദ്രങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സട്ടാവിനെ മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആരാണവൻ? ദൈവമുണ്ടോ? ഉണ്ട് എന്ന് മറുപടി പറയുമ്പോൾ എത്ര എന്ന ചോദ്യത്തിന് പലർക്കും പല മറുപടികൾ. 33 കോടി ദൈവമുണ്ട് എന്ന മറുപടി, 3 ദൈവമാണുള്ളത് എന്നത് മറുപടി, ദൈവം ഒന്നാണ് എന്ന മറുപടി. ഇതിലേതാണ് പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നത്? ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ ഈ പ്രബല മത ദർശനങ്ങളുടെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യം ശുദ്ധ ഏകദൈവാരാധനയാണ്. പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്നു മഹാനിർവഹണ സ്തോത്രത്തിന്റെ വരികൾ, ഏകദൈവാരാധനയെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന വരികൾ. തതേകം സ്മരാമസ്തേകം ജപാമ തതേകം ജഗത് സാക്ഷി രൂപം നമ നമ. തതേകം ദൈവം തമ്പുരാൻ ഏകനാണ്, സ്മരാമസ്തേകം ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ, ജപാമ അവനെ ഞങ്ങൾ ജപിക്കട്ടെ. തതേകം ജഗത് സാക്ഷി രൂപം നമ നമ, ജഗത് സാക്ഷി സ്വരൂപമായ ഉടയ തമ്പുരാൻ ഏകനാണ്, നമ നമ അവനെ മാത്രം ഞങ്ങൾ നമിക്കട്ടെ, ആരാധിക്കട്ടെ എന്ന് ശുദ്ധ ഏകദൈവാരാധനയെ കുറിച്ച് മഹാനിർവഹണ സ്തോത്രം പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായി, ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി എവിടെ നിൽക്കുന്നു?
പ്രമാണങ്ങൾ എവിടെ? മതവിശ്വാസികൾ എവിടെ? യേശുവിന്റെ അടിസ്ഥാനപരമായ കൽപ്പനയായും മോസസ് പ്രവാചകന്റെ സാരോപദേശമായും ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന് 4-ാമത്തെ വചനത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിലും ഒരേപോലെ നമ്മൾ വായിക്കുന്ന 10 കൽപ്പനയിൽ 1-ാമത്തെ കൽപ്പന ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും സ്നേഹിക്കണമെന്ന മഹാപ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സാരോപദേശം. ശുദ്ധ ഏകദൈവാരാധന പഠിപ്പിക്കുന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതാണ് ബൈബിളിന് പഠിപ്പിക്കാനുള്ളത്. പക്ഷേ മതവിശ്വാസികളായ ക്രൈസ്തവ സഹോദരങ്ങൾ എവിടെ നിൽക്കുന്നു? പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വഇലാഹുക്കും ഇലാഹു വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഖുർആൻ 2-ാം അധ്യായം ബഖറ 163-ാമത്തെ വചനം. വഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകാരാധ്യനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അവൻ പരമ കാരുണ്യകനും കരുണാവാരിധിയുമാണ്. ശുദ്ധ ഏകദൈവാരാധനയെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഈ മതദാർശനിക പ്രമാണങ്ങളെല്ലാം സ്രഷ്ടാവുണ്ട് എന്നും ആ സ്രഷ്ടാവ് ഏകനാണെന്നും ഗൗരവമായി പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേവലമായ നഗ്നനേത്രങ്ങൾ കൊണ്ട് സ്രഷ്ടാവായ ഈ ലോകത്തിന് നാഥനെ ഈ ഭൂമി ലോകത്ത് വെച്ച് കാണുക സാധ്യമല്ല എന്നും, അതേസമയം ഇന്നലകളെക്കുറിച്ചും ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചും കൃത്യവും വ്യക്തവും പൂർണ്ണമായി അറിയുന്ന എല്ലാ അർത്ഥത്തിലുള്ള ജ്ഞാനമുള്ളവനാണ് ലോകങ്ങളുടെ നാഥനെന്നും, അവൻ എല്ലാ അർത്ഥത്തിലും ശക്തിയുള്ളവനാണ് എന്നും, അവൻ മഹത്വമുടയവനാണെന്നും, അവനാണ് എല്ലാ അർത്ഥത്തിലുള്ള പ്രതാപവും ഉള്ളത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന മതദാർശനിക പ്രമാണങ്ങൾ. പക്ഷെ പലപ്പോഴും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന കേവലം വ്യക്തികളെയും അതേപോലെ തന്നെ കേവല ശക്തികളെയും അതോടൊപ്പം തന്നെ പ്രവാചകന്മാരെയും ധർമ്മസംസ്ഥാപകന്മാരെയും ഇതുമായി ബന്ധപ്പെട്ട മത പുരോഹിതന്മാരുടെയും വാക്കുകൾക്ക് ദൈവത്തിന്റെ കൽപ്പനകളെക്കാൾ പ്രാധാന്യവും പരിഗണനയും നൽകി എല്ലാ അർത്ഥത്തിലുള്ള ആദരവിന്റെ പരിധിയും വിട്ട് ആരാധനയിലേക്ക് പോയി പോകുന്നൊരവസ്ഥ ഇന്നുണ്ട് എന്നത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. ഇത്തരത്തിലുള്ള വ്യതിചലനം ലോകത്തേക്ക് കടന്നു വന്ന സകല പ്രവാചകന്മാരും സകല ധർമ്മ സംസ്ഥാപകന്മാരും പഠിപ്പിച്ചത് ശുദ്ധ ഏകദൈവാരാധനയായിരുന്നു എന്ന മഹിതമായ ഒരു സന്ദേശമാണ് എന്നാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പക്ഷെ കാലാന്തരത്തിൽ ഈ മഹിതമായ ആദർശത്തിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോവുകയും ഒടുവിൽ ഈ പ്രവാചകന്മാരെ അല്ലെങ്കിൽ ഈ ധർമ്മ സംസ്ഥാപകന്മാരെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം പഠിപ്പിച്ച മഹാന്മാരെ തന്നെ ആരാധിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വിശ്വാസരംഗത്തെ വൈകല്യങ്ങളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ മോക്ഷത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇത്തരത്തിലുള്ള ചിന്തകളും വീക്ഷണങ്ങളും. അതുകൊണ്ട് ശുദ്ധ ഏകദൈവാരാധനയിൽ തങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുവാനുള്ള സന്മനസ് ഏതൊരു മനുഷ്യനും ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് എന്ന പ്രസക്തമായ ചോദ്യത്തിന് മറുപടി നൽകുന്നത് പ്രമാണങ്ങളാണ്. അതെ, വളരെ കൃത്യമായി കൊണ്ട് ഈശാവാസ്യോപനിഷത്തിന്റെ വരികൾ പഠിപ്പിക്കുന്നത് അന്തം തമ പ്രവിശന്തിയെ സംഭൂതി മുപാസതെ തതോപൂയ ഇവദേ തമോയ ഉസംഭൂതി അമൃത. ഈ വചനത്തെ വിശദീകരിച്ച സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ വിശദീകരിക്കുന്നത് ജനിച്ച ജീവിച്ച മരിക്കുന്ന എന്തൊന്നിനെ ആരാധിച്ചാലും സട്ടാവല്ലാത്ത എന്തൊന്നിനെ നിങ്ങൾ ആരാധിച്ചാലും അവർക്കൊരു കാലത്ത് മോക്ഷം സാധ്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ വചനം. ഒരിക്കലും മോക്ഷം സാധ്യമല്ല. അതേസമയം ബൈബിൾ ആവർത്തന പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 കൂടിയ വരികളിൽ യഹോവ മോസസ് പ്രവാചകനോട് പറയുന്നത്, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും രൂപം നീ ഉണ്ടാക്കരുത്, അവയുടെ മുന്നിൽ തലകുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്, വിഗ്രഹാരാധന അരുതി എന്ന് പഠിപ്പിക്കുന്ന യഹോവ ആവർത്തന പുസ്തകത്തിന്റെ വരികൾ. അവയുടെ മുന്നിൽ തലകുനിക്കരുത്, അവയെ നമസ്കരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ബൈബിൾ പഴയ നിയമ പുസ്തകത്തിന്റെ ഉപദേശം. ഞാൻ നിന്റെ ദൈവമാകുന്നു, തീഷ്ണതയുള്ള ദൈവമാകുന്നു ഞാൻ എന്ന് പഠിപ്പിക്കുന്ന ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ 7 മുതൽ 9 കൂടിയ വരികൾ. ഖുർആൻ 5-ാം അധ്യായം മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ പറയുന്നു, വൈനഹു മൈശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ഏകനായ സട്ടാവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമ ഗുണ വിശേഷണങ്ങളിലോ പങ്കുകാരെ ചേർക്കുന്നുവെങ്കിൽ അവർക്ക് ഒരു കാലത്തും സ്വർഗപ്രവേശം സാധ്യമല്ല, നരകം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരെന്ന നിലയിൽ, മരിച്ചു പോവേണ്ടവരെന്ന നിലയിൽ, നാളെയുടെ ലോകത്ത് നമുക്ക് മോക്ഷവും നാളെയുടെ ലോകത്ത് സ്വർഗവും ലഭിക്കണമെങ്കിൽ ശുദ്ധ ഏകദൈവാരാധനയുടെ വക്താക്കളാകാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. ഈ ഏകനായ സട്ടാവിനെ പരിചയപ്പെടുത്താൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന അനവധി പ്രവാചകന്മാരെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അംഗങ്ങളാണ്
മോസസ് പ്രവാചകനും ജീസസ് പ്രവാചകനും യാക്കോബും അതുമായി ബന്ധപ്പെട്ട